ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതി ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചത്. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, തൈര് പുളി അനുസരിച്ച് വേണം ചേർക്കാൻ. ഇപ്പം ഞാനൊരു ചെറിയ കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. പുളി നോക്കിയിട്ട് ഞാൻ ആഡ് ചെയ്യും. വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, കറിവേപ്പില 1 തണ്ട്, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം, പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ കുറച്ച് ഇടാറുണ്ട് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ, അത് ഓപ്ഷനിലാണ്. നമ്മുടെ പച്ചടിയിലോട്ട് അരയ്ക്കാനുള്ള എന്തൊക്കെയാന്ന് നോക്കാം. ഇത് നാളികേരം, 1 കപ്പ് നാളികേരം. ഞാൻ കുറച്ച് പൈനാപ്പിൾ അല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ 1 കപ്പ് നാളികേരം ചെരുകിയതാണിത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്. നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യണം. പിന്നെ 2 കറിവേപ്പിലയുടെ ഇല. ഇതെല്ലാമാണ് അരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇടും, കാരണം ഇതിനധികം മധുരമില്ലാത്ത പൈനാപ്പിളാണ്, അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് വേവണം. പൈനാപ്പിൾ വേവാൻ കുറച്ച് സമയം വേണം. നമ്മൾ വിചാരിക്കും പൈനാപ്പിൾ പെട്ടെന്ന് വേവുന്നു, പക്ഷേ ഈ കറി ഉണ്ടാക്കുമ്പോൾ നന്നായി പൈനാപ്പിൾ വേവണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു 3-4 വിസിൽ വരട്ടെ. എന്നിട്ട് പ്രഷർ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നാളികേരം അരച്ചിടും. ചെറിയ മിക്സിയുടെ ജാറിലോട്ട് നാളികേരം ഇടാം. പച്ചമുളക് ഇട്ടേക്കാം, കറിവേപ്പില, കടുക്, ജീരകം, അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരയണം. ഇപ്പോൾ നന്നായി അരഞ്ഞിട്ടുണ്ട്. നമ്മൾ പൈനാപ്പിൾ വെന്തതിന് ശേഷം ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വിസിലൊക്കെ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് നേരമായി, തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അതാ നിങ്ങൾക്ക് സംശയം കുറച്ച് അധികം വെള്ളം ഒഴിച്ച് വേവിക്കാം. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വറ്റിക്കാൻ നിൽക്കണം, അതാണ് അതിൻ്റെ പ്രശ്നം. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുക. പലരും പല രീതിയിൽ ഉണ്ടാക്കുക. ചിലവർ ഈ പൈനാപ്പിൾ വഴറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് വഴറ്റും, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഞാൻ പക്ഷെ വേവിക്കാതെ പതിവ്. അതുപോലത്തെ കടുക് ചതച്ചിടുന്നവരുണ്ട്. അത് ഓരോ ഏരിയയിലോ ഓരോ രീതിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കും എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണത്. സാമ്പാറും പൈനാപ്പിൾ പച്ചടിയാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ. നമ്മൾ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു കറി പൈനാപ്പിൾ പച്ചടി മാത്രമാണ്. രണ്ടാമത്തെ പ്രാവശ്യം ഇത് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു 10 മിനിറ്റെങ്കിലും കിടന്ന് തിളയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ ഉപ്പ് കുറവാണോ, ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മധുരം കുറവായി തോന്നുന്നുണ്ട്, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം, അതിലൊരു നിർബന്ധമില്ല. എൻ്റെ പൈനാപ്പിൾ പച്ചടി എനിക്ക് കുറച്ച് മധുരമായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് എത്ര പഞ്ചസാര വേണമെന്നുള്ളത് നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് തിളച്ചതിൽ കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിലത്തെ വെള്ളം അത്യാവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ലംസൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം, മോരാക്കണ്ട, തൈര് കട്ടയോട് കൂടി തന്നെ ഇടാം, പക്ഷേ ലംസ് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മുഴുവനും ആദ്യം ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ച് നോക്കിയതിന് ശേഷം പോരെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോ തൈരിൻ്റെ പുളി അനുസരിച്ച് ആഡ് ചെയ്യുന്ന തൈരിൻ്റെ അളവിന് വ്യത്യാസം വരും. അപ്പോൾ ആദ്യം ഒരു കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അത്യാവശ്യത്തിന് പുളി ഉണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇരിക്കുമ്പോൾ പിന്നെ പുളി വന്നോളും, കുറച്ച് അല്പം കൂടെ ആവാം, ഇത്ര മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു തവിയും പകുതിയും കൂടി എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളി അനുസരിച്ച് അതിൻ്റെ അളവിൽ മാറ്റം വരും. ചൂടായാൽ മതി. ഇത് ചൂടായിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക്
കടുക് വറുത്തിടാം. സോസ് പാൻ വെക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം, ഇതിലെന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഇതിലെല്ലാം ഉണ്ട്, ആവശ്യത്തിന് എരിവും ഉപ്പും പുളിയൊക്കെ ഉണ്ട്, കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ സദ്യയൊക്കെ ആണെങ്കിൽ തലേദിവസം രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സദ്യയുടെ സമയത്ത് ഉച്ചയ്ക്കാകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെളിച്ചെണ്ണ ഇതിൽ ഇച്ചിരി ഒന്ന് മുന്തി നിൽക്കുന്നത് നല്ലതായിരിക്കും, കാരണം വെളിച്ചെണ്ണ ഒന്ന് കാണണം അതിൽ. അപ്പോൾ കടുകാണെങ്കിലും ഒരു ടീസ്പൂൺ ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.